അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകാറുണ്ട്, പ്രദക്ഷിണം വെക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് പ്രദക്ഷിണം വെക്കുന്നത്, എങ്ങനെയാണ് പ്രദക്ഷിണം വെക്കേണ്ടത്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ആത്മീയവും ശാരീരികവുമായ മോക്ഷത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ് പ്രദക്ഷിണം. ഓരോ ക്ഷേത്രത്തിലെയും ആരാധനാമൂർത്തി ഏതെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പ്രദക്ഷിണം വെക്കാൻ. ആ ദൈവസങ്കല്പത്തെ മനസ്സിൽ ധ്യാനിച്ച് ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടി വേണം പ്രദക്ഷിണം വയ്ക്കാൻ. പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാലോ. പ്ര എന്നത് നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കുന്നു, ദ എന്നത് മോക്ഷദായകം, ഷി എന്നത് നമ്മുടെ പാപത്തെ ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ രോഗത്തെ നശിപ്പിക്കുന്നു, നം എന്നത് ഐശ്വര്യപ്രദം. ഇതാണ് പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ അർത്ഥം. ഓരോ പ്രദക്ഷിണവും നമ്മുടെ പാപത്തെ കഴുകിക്കളയുന്നു എന്നാണ് വിശ്വാസം. നമ്മൾ മനസ്സുകൊണ്ട് ചെയ്ത പാപങ്ങൾ, വാക്കുകൊണ്ട് ചെയ്ത പാപങ്ങൾ, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങൾ, ഇതെല്ലാം പ്രദക്ഷിണം വഴി ഭസ്മമാകുന്നു എന്നാണ് വിശ്വാസം. പ്രദക്ഷിണം, ദർശനം, വന്ദനം, നമസ്കാരം ഇവയ്ക്ക് ശേഷം വേണം തീർത്ഥവും പ്രസാദവും സ്വീകരിക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓരോ ആരാധനാമൂർത്തിയുടെയും പ്രദക്ഷിണ രീതി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗണപതിക്ക് ഒരു പ്രദക്ഷിണം, ഭദ്രകാളിക്ക് 2, ശിവന് 3, മഹാവിഷ്ണു 4, ശാസ്താവിന് 5, സുബ്രഹ്മണ്യന് 6, ദുർഗാദേവിക്ക് 7, നവഗ്രഹങ്ങൾക്ക് 9, ശനീശ്വരന് 1, സൂര്യന് 1, ഹനുമാൻ സ്വാമിക്ക് 3, നാഗരാജാവിന് 3, ആൽമരത്തിന് 7. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അരയാൽ പ്രദക്ഷിണം പാടില്ല. ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ അഭിഷേകജലം ഒഴുകുന്ന ഓവ് മുറിച്ച് കിടക്കരുത്. അപ്രദക്ഷിണമായി തിരികെ നടന്ന് ഓവിൻ്റെ മറ്റേ അറ്റം എത്തുമ്പോൾ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. ദേവീക്ഷേത്രമാണെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട്, ശിവക്ഷേത്രമാണെങ്കിൽ ഓം നമഃ ശിവായ, വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ ഓം നമോ നാരായണായ നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി നമുക്ക് പ്രദക്ഷിണം വയ്ക്കാം. ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതിനേക്കാൾ 3 ഇരട്ടി ഫലം നാലമ്പലത്തിനുള്ളിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ധൃതിയില്ലാതെ സാവധാനം അടിവെച്ച് കൈകൾ വീശാതെ നടക്കുന്നതാണ് ഉത്തമം. അതാണ് ഒരു ശരിയായ പ്രദക്ഷിണ രീതി എന്ന് പറയുന്നത്. അതായത് ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ തലയിൽ ഒരു കുടം എണ്ണ വെച്ച് നടന്നാൽ ആ എണ്ണ കളയാതെ ആ സ്ത്രീ എങ്ങനെ നടക്കുന്നുവോ അതുപോലെ വേണം പ്രദക്ഷിണം വെക്കാൻ. പ്രദക്ഷിണം ചെയ്യുന്നത് വഴി ജന്മജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങളെല്ലാം മാറി നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നു. അമ്പലത്തിൽ പോകുമ്പോൾ ദേവനെ ദർശിക്കുന്നതിനോടൊപ്പം തന്നെ പ്രദക്ഷിണം കൂടി ചെയ്തു കഴിയുമ്പോൾ മാത്രമേ ആ ദർശനത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുകയുള്ളൂ.